ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മട്ടൻ വരട്ടിയതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മട്ടൻ കറിയാണിത്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം ചേർത്ത് കഴിക്കാൻ പറ്റുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാഹിദ റഹ്മാൻ. ഇന്ന് പാചകം കുക്കിംഗ് അറിഞ്ഞുകൂടാത്തവർക്ക് സഹായമായിട്ടാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. അവർക്ക് ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്നവർക്കും പ്രവാസികൾക്കും ബിഗിനേഴ്സിനും വേണ്ടി സഹായത്തിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു മട്ടൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. മട്ടൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ആദ്യം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതി. കുറച്ച് മല്ലിപ്പൊടി വളരെ കുറച്ച് ഇട്ടാൽ മതി. മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണിത്. അധികം എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെങ്കിൽ കുറച്ച് എരിവുള്ള ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം വെച്ച് ഉപ്പും ഇട്ട് നമുക്ക് വേഗം വെക്കാം. കുറച്ച് വെള്ളം ഇട്ടാൽ മതി മട്ടന്. അതിനി ഫ്രിഡ്ജിലൊക്കെ ഇരുന്നത് കൊണ്ട് ഇനി ഇതിൽ നിന്നൊക്കെ വെള്ളം ഇനി ഇറങ്ങി വരും. നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് 3 വിസിൽ വന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ കുക്കറിലല്ലാതെ പാചകം ചെയ്യണമെന്നാണ് വിചാരമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ആദ്യം ഇതുപോലെ വേറൊരു ചരുവത്തിലിട്ട് ഇതുപോലെ എല്ലാം പൊടികളെല്ലാം കലക്കി, ഞാനിപ്പോൾ പൊടികൾ കലക്കി കാണിക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ പൊടികൾ കലക്കിയിട്ട് വേണം ഇറച്ചിയുടെ മേളിലോട്ട് അത് ഒഴിക്കാൻ. അതാകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ പാനയിൽ ഇട്ട് ഇറച്ചി ഇട്ട് ഈ മസാല ഇട്ടിട്ട് നേരിട്ട് തന്നെ അങ്ങ് കുക്കറിലില്ലാതെ തന്നെ വേവിക്കാം. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെക്കണം. വെള്ളം വറ്റുമ്പോൾ ഇച്ചിരി ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമാവും. ഇത് ഇളയ ആടായതുകൊണ്ടാണ് ഞാൻ 3 വിസിലെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ചില മട്ടൻ്റെയൊക്കെ വേവ് 5 വിസിലും 6 വിസിലും ഒക്കെ വേണ്ടി വരും. നമ്മൾ 3 വിസിലിന് ശേഷം നമ്മൾ പിന്നെ വെന്തില്ലെങ്കിൽ ഒന്നും കൂടി നമുക്കിട്ട് കുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് വിസിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഗ്യാസ് സിമ്മിലാക്കി വെക്കണം. പാചകം ചെയ്യുമ്പോൾ നമ്മൾ വളരെ കുറച്ച് വെള്ളമേ ചേർക്കാൻ പാടുള്ളൂ. കുക്കർ അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ വേഫറെല്ലാം വീണിട്ട് വെള്ളം അതിൽ കൂടുതലാവും. ഒരിക്കലും വെള്ളം കുറയൊന്നുമില്ല. അപ്പോൾ നമുക്ക് 1 കപ്പ് കറി വേണമെങ്കിൽ 1/2 കപ്പ് വെള്ളമേ ഒഴിക്കാവൂ. അതിൽ നിന്ന് വെള്ളം വരുമ്പോൾ അതും കൂടി ചേർന്ന് 1 കപ്പാവും. പുതിയതായിട്ട് പാചകം ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ വിശദീകരിച്ച് പറയുന്നത്. നമുക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. കുക്കറിൽ നമുക്ക് 3 വിസിൽ വരട്ടെ, അപ്പം നോക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേരള സ്റ്റൈൽ ആയതുകൊണ്ട് കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഗീ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ചുവന്നുള്ളി. അതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇതധികം ചുമക്കണമെന്നൊന്നുമില്ല, കുറച്ചൊന്ന് വാടി വന്നാൽ മതി.
ഇതിങ്ങനെ വഴറ്റി വരുമ്പോൾ ഉള്ളി എല്ലാം ഒരുപോലെ വഴണ്ട് വരണം. അല്ലാതെ പകുതി ഉള്ളി വഴന്നു വരാതെ പകുതി ഉള്ളി മാത്രം വഴന്നു വരാം. ഈ പരുവത്തിന് ഇഞ്ചി വെളുത്തുള്ളി ഇടാം, പക്ഷെ അത് കരിഞ്ഞു പോകും. കുറച്ചും കൂടി മൂത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. വരുമ്പോഴേക്കും ആ ഉള്ളിയുടെ ആ മൂക്കലും അതിൻ്റെ മണവും ഒക്കെ നമ്മൾ ഇരുന്ന് ആസ്വദിക്കണം. നമ്മൾ ഈ കുക്കിംഗ് ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റായി വരും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവറൊക്കെ നല്ലപോലെ കറിയിൽ തന്നെ നിൽക്കുമ്പോഴേക്കും ആ കറി അത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. വർത്താനം പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഉള്ളി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ഇട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ ഒന്നിച്ച് ചതച്ചെടുത്ത് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് തീ കുറച്ച് വെച്ച് പതുക്കെ പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഇളക്കുമ്പോഴുള്ള സൗണ്ട് കണ്ട നല്ല സൗണ്ട്. എനിക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കറി മൂപ്പിക്കണതും ഇടയ്ക്ക് ഇങ്ങനെ മണത്ത് നോക്കുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കുക്കിംഗ് എനിക്കൊരു ഹരമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം. കറിയിലും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇടും. അത് അതിൻ്റേതായ രീതിയിൽ അതെങ്ങനെ ചേർക്കണം, എപ്പോൾ ചേർക്കണമെന്നൊക്കെ നോക്കി വേണം ചേർക്കാൻ. അത്രയേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ മൂത്ത് വരുമ്പോഴുള്ള ഒരു ഇതാണ്. ഇനി ഇച്ചിരി പകുതി മൂത്ത് വന്ന് ഇനി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പം അതിൻ്റെ ഈർപ്പത്തിൽ അത് മസാല മൂത്തങ്ങ് വരും. തക്കാളി വെള്ളത്തിലിടുമ്പോൾ വേവില്ല. ഇങ്ങനെ എണ്ണയിലാവുമ്പോൾ പതുക്കെ നല്ല ചെറുതായിട്ട് വെന്ത് വരും. തക്കാളി ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല. 2 3 വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഇടാം. നല്ല മണം വരുന്നുണ്ട്. തക്കാളിയും ചേർത്തിട്ടുള്ള ആ മണമാണ് നല്ല മണം. ഇച്ചിരി കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം, നല്ല ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. 2 മല്ലിയില ലാസ്റ്റ് ഇടാൻ വേണ്ടിയാണ് കുറച്ച് മല്ലിയില ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത്. ഇപ്പം കുറച്ചൊന്ന് ഇട്ടേക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും അരിപ്പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കുക്കറിൽ ഞാൻ 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഇറച്ചി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തുറന്ന് നമുക്ക് നോക്കാം വെന്താ ഇല്ലെന്ന്. നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്പൂണിട്ട് ഒരു പീസ് എടുത്ത് വെന്താന്ന് നോക്കാം. കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ ഞെക്കി നോക്കണം, എന്നാലേ വെന്താന്ന് അറിയുള്ളൂ. കുറച്ച് വേവ് കുറവാണ്. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഗ്രേവി ഈ കുറച്ച് വെച്ച് മൂക്കട്ടേന്ന് വിചാരിച്ച് ഒരു 2 വിസിലും കൂടെ ഇട്ട് ഒന്ന് വേവിക്കാം. മൂത്ത ഇറച്ചി ആയതുകൊണ്ടാണ് ഇങ്ങനെ വേവാൻ പ്രയാസം. വെള്ളമൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെള്ളമൊക്കെ അതിലുണ്ട്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ഒരു തുള്ളി വെള്ളം ഇട്ടിട്ട് നമുക്ക് ഇട്ട് വെക്കാം. ഇത് അതിൽ കിടന്ന് പച്ചമണം മാറട്ടെ. 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. മസാല നല്ല മൂത്ത് വന്നിട്ടുണ്ട്. തക്കാളിയുടെ എസൻസ് മൊത്തം ആ ഗ്രേവിയിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ വിസിൽ മൊത്തം അതിൻ്റെ പ്രഷറും തീർന്നു വരുമ്പോഴേ നമുക്ക് ഇറച്ചി എടുക്കാൻ പാടില്ല. അത് 10 മിനിറ്റ് വരെ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. തക്കാളിയൊക്കെ ഒന്ന് വാടി ഗ്രേവിയൊക്കെ ഒന്ന് ശരിയായി
ഇനി കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. ഇറച്ചി വെന്ത് കാണുമെന്നുള്ള ഒരു സങ്കല്പത്തിൽ ഞാനിത് തുറക്കുകയാണ്. വെള്ളം ഇതിൽ തന്നെ കുറേ ഉണ്ട്. ഇനി ഈ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ കുറേ വെള്ളം ഇതിൽ കാണുന്നു. നമ്മൾ ആകെ ഇച്ചിരി വെള്ളമേ ചേർത്തുള്ളൂ. അത് കുക്കറിൽ നിന്ന് ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമുണ്ട്. ഇനി ഇറച്ചി വെന്തില്ലെങ്കിൽ നമ്മളിട്ട് കുക്ക് ചെയ്യേണ്ടി വരും. ഇനി വേറെ കുക്കിങ്ങൊന്നുമില്ല, ഇതൊന്ന് വറ്റിച്ചിട്ടാൽ മതി. എല്ലുള്ള മട്ടനാണിത്. നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നു. ഇത് നമ്മൾ വയറ് നിറക്കണ സാധനമല്ല. വയറ് നിറക്കണത് അപ്പം, പറോട്ട, ചപ്പാത്തി എല്ലാമാണ് വയറ് നിറക്കുന്നത്. ഇത് നമ്മൾ സൈഡിൽ കൂട്ടുന്ന സാധനമാണ്. അപ്പം അതിൻ്റേതായ നമ്മളിത് ചെയ്യണം. ഉപ്പൊക്കെ ഞാൻ ഓൾറെഡി വേവണ സമയത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു കാര്യം, ഗരം മസാലപ്പൊടി ഒരു പിഞ്ചിട്ടാൽ മതി. ഇത് ഭയങ്കര വീര്യമുള്ളതാണ്. പട്ടയുടെയൊക്കെ ഇത് ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി, ഒരു പിഞ്ച്. ഇനി ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കും. ഞാൻ ഇതുവരെയും കുരുമുളക് ഇട്ട് കൊടുത്തില്ല. പിരിയൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എരിവ് വളരെ കുറവായിരിക്കും. ഇനി ഇച്ചിരി നമുക്ക് വരട്ടിയെടുക്കണം. ഇനി ഇത് നല്ലപോലെ വറ്റി വന്നാൽ എന്താകും? റോസ്റ്റാകും. വെള്ളത്തോടു കൂടിയാണെങ്കിൽ കറിയാണ്. വറുത്തരച്ച മസാല ചേർക്കുകയാണെങ്കിലോ വറുത്തരച്ച കറിയാവും. എന്ത് തരം വേണമെങ്കിലും ഈ മട്ടൻ വെച്ച് ഇനി നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും. എന്താണോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലോ അത് വേറൊരു ഫ്ലേവറാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പാചകം ചെയ്യണവർക്ക് മട്ടൻ കറി വെക്കാൻ അറിഞ്ഞൂടാന്ന് പറയരുത്. ഏത് തരം വേണമെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഉപ്പും എരിവുമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇപ്പം എൻ്റെ ഇതിൽ ഉപ്പ് ഇച്ചിരി കുറവ് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടു. ഉപ്പല്ല എരിവ് കുറവ് തോന്നുന്നു. സോറി, ഉപ്പെന്നാണ് ഞാൻ പറഞ്ഞത്. ഉപ്പ് കറക്റ്റാണ്. എന്തെങ്കിലും അക്ഷരം തെറ്റിക്കൊണ്ടെങ്കിൽ ക്ഷമിക്കണേ നിങ്ങൾ. ഉപ്പ് ഞാൻ ആ ഇറച്ചി വേവാനിട്ടപ്പോൾ ഇട്ട ഉപ്പ് തന്നെ കറക്റ്റാണ്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും ഇടാതിരിക്കണതാണ് നല്ലത്. ആദ്യമേ ഇട്ട് വേവിച്ച ആ ഒരു ഇതങ്ങ് മാറിപ്പോകും ഇനി ഇട്ടാൽ. വെള്ളം വറ്റാനുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വെള്ളം കൂടുതൽ അര ബൗള് വെള്ളം ഇട്ടാൽ മതി. ഞാൻ അത്രയല്ലേ ഇട്ടുള്ളൂ. എന്നിട്ടും കണ്ടില്ല വെള്ളം കൂടുതൽ വന്ന്. നമ്മൾ കണ്ടുകൊണ്ടല്ലല്ലോ ചെയ്യുന്നത്. കുക്കറിൽ നമ്മൾ കാണുന്നില്ലല്ലോ എത്ര വെള്ളം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നേരിട്ട് ചെയ്താൽ ഇങ്ങനെ ആവില്ല. ഇതിൻ്റെ ടേസ്റ്റ് നോക്കണമെങ്കിൽ ഇതിങ്ങനെ തേച്ചിട്ട് നോക്കണം. അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവും. ഈ മസാല നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇനിയും ഡ്രൈ ആക്കണമെങ്കിൽ ഇനിയും ഡ്രൈ ആക്കണം. നിങ്ങൾക്ക് ഇച്ചിരി പുളി വേണമെങ്കിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അധികമാവരുത്, കൂടിപ്പോയാലും പുളിപ്പ് സഹിക്കാൻ പറ്റാത്തതായിപ്പോൾ. ഇനി കുറച്ച് മല്ലിയില വിതറിയിടാം നമുക്ക്. ഇത്രയേ ഉള്ളൂ കാര്യം. മട്ടൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ആ എണ്ണ നല്ല ഊറി വരുന്നു. കുരുമുളകിട്ട്, ഗരം മസാല ഇട്ട്, നാരങ്ങ പിഴിഞ്ഞിട്ട്, മല്ലിയില ഇട്ട്. ഇതാണ് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അടുപ്പ് അണക്കാം, അല്ലെങ്കിൽ ഇച്ചിരി നേരവും കൂടി വറ്റിക്കാൻ വെക്കാം. ഇനിയും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് ഇനിയും നേരിൽ കാണാം. ഇനിയിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റാം. നല്ല ടേസ്റ്റുള്ള മട്ടൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് എന്നെ വിവരം അറിയിക്കണേ.
നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു ഇതുപോലെ നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്. കറി ഉണ്ടാക്കുന്നതിന് നമുക്ക് നോക്കാം.